ആദ്യം ഇവിടെ വന്നിട്ട് ഏത് ജോലിയിലേക്കായിരുന്നു? അല്ലല്ല, ആദ്യം എൻ്റെ അങ്കിളിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഷോപ്പ് നമ്പർ 123. അവിടെയാണ് ഞാൻ ആരംഭിച്ചത് നമ്മുടെ കാരിയർ. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുത്തി ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ആ സാധനം കൊണ്ടുവന്ന് നമ്മളെ തന്നിട്ട് അത് വിൽക്കലായിരുന്നു മാർക്കറ്റിൽ. അതിങ്ങനെ ആലോചിച്ച് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ പോയി, അതിനുശേഷം ഹോങ്കോങ്ങിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, സിംഗപ്പൂർ പോയി. അപ്പോൾ അവിടെയൊക്കെ വളരെ വലിയ ഷോപ്പിങ്ങാണ് ആൾക്കാർ. അതിന് ശേഷം പിന്നെ ഞാൻ യൂറോപ്പിൽ പോയി. അനൂഗ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതുണ്ട്, അത് ഫെയർ, അനൂഗ ഫെയർ, ഫുഡ് വേൾഡിലെ ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനാണ്. അവിടെ പോയി അനൂഗ, ജർമ്മനിയിൽ. ബോണിൽ താമസിച്ചിട്ട് ഈ കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയി ഒരുപാട് ഫുഡ് എക്സ്പോർട്ടേഴ്സായിട്ട് കണ്ടു. അവിടെ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ പോയി. ആംസ്റ്റർഡാമിൽ നിന്ന് കോപ്പൻഹാഗനിൽ പോയി. കോപ്പൻഹാഗനിൽ ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ പാരീസിൽ ഇറങ്ങിയിട്ട് ചെത്തോലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെയൊക്കെ ഈ സപ്ലൈസായിട്ട് കാണുകയും സാധനങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കാൻ പറ്റാവുന്ന സാഹചര്യം നോക്കുകയായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയൻ അംബാസഡർ 2-3 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഓസ്ട്രേലിയയിൽ കൂടുതൽ സാധനം ഇമ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഓസ്ട്രേലിയയിൽ വരണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വയസ്സ് എത്രയായി? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു 48 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 8 സെപ്റ്റംബർ 1983 ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രദീപ് ദാദാ, കാരണം എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് പറയരുതെന്ന് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷുഡ് ബി ഡോക്യുമെൻറ്റഡ്. ശരിയല്ലേ? എല്ലാം കാണിച്ചു, രഹസ്യമൊന്നുമില്ല. ഓസ്ട്രേലിയയിൽ കണ്ട എൽവിസിന് സംശയമുള്ള ആളാണ് പുള്ളിക്ക് അടുത്ത്. കണ്ട ലൈറ്റ്. അപ്പോൾ എത്ര കൊല്ലം മുമ്പെന്ന് ആലോചിക്കണം നിങ്ങൾ. അപ്പം എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും പ്രദീപേ? എത്രയാണ്? 28ാമത്തെ വയസ്സിൽ ഞാൻ പോയി കച്ചവടം ചെയ്യാൻ. പ്രൂഫാണ് അത്. ഓസ്ട്രേലിയയിൽ പോയി. അല്ല, ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അല്ല, എക്സ്പാൻഷൻ. അവിടെ നിന്നാണ് ഹൈപ്പർ മാർക്കറ്റ് ഐഡിയ വന്നത്. അന്ന് തന്നെ ഞാൻ ഹോങ്കോങ്ങിൽ പോയി. എവിടെ പ്രദീപ്? ഇതൊക്കെ ഡോക്യുമെൻറ്റഡാ. ഹോങ്കോങ് ഇതാ ഹോങ്കോങ്ങിൻ്റെ നോക്കിയേ. പിന്നെ ഹോങ്കോങ്ങിന് എന്താണ്? ഞാൻ ഹോങ്കോങ്ങിൽ പോയിട്ട് ഹോങ്കോങ്ങിൽ നിന്നാണ് അന്ന് സിഡ്നിക്ക് പോയത്. സിഡ്നി, ബ്രിസ്ബൻ, പെർത്ത് അവിടെയൊക്കെ പോയി ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ലാമ്പ് മീറ്റ് വരുന്നത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിരുന്നു. ഇല്ല, എൻ്റെ ഒപ്പം ആരും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു, ബാഗും കൈ പിടിച്ച്. അന്നിവിടെ 99% സാധനങ്ങളും ഇമ്പോർട്ടാണ്. അപ്പോൾ അത് സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഞങ്ങൾ എടുക്കാറ്. അപ്പോൾ അത് എന്തുകൊണ്ട് സ്വന്തം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട്
ഇവിടെ നമ്മൾക്കും പുറത്തുള്ള സപ്ലൈ ചെയ്യാൻ പറ്റും. പാസ്റ്റഡിയിൽ നിന്ന് അന്ന് ആട്ട മൈദൊക്കെ ഇപ്പോൾ പുഴ ഉണ്ടാക്കണം ദുബായിലും അവിടെ അബുദാബിയിലൊക്കെ. ആട്ട മൈദ അന്ന് മുഴുവൻ വാട്ടർ വീൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അവരായിരുന്നു റോളർ ഫ്ലവർ ആൻഡ് ആട്ട ഫ്ലവർ. ഓസ്ട്രേലിയയിൽ നിന്ന് വീറ്റ് ഫ്ലവർ ആൻഡ് റോളർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ മൈദ. അന്ന് ഐ എം ടോക്കിംഗ് അബൌട്ട് 1980, 1975, 1980. ഇന്ന് കാണുന്ന ഈ വിശ്വപൗരനിലേക്കുള്ള വളർച്ചയ്ക്ക് അന്നത്തെ യാത്രകൾ ഗുണകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് അല്ലെങ്കിൽ യാത്ര ചെയ്താൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾക്ക് അവസരം ഉണ്ടാകുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ യാത്ര കൊണ്ട് അതിന് ശേഷമാണ് ഞാൻ അനൂഗ എക്സിബിഷനിൽ പോയത്. പ്രദീപ് ജർമ്മനി കോളൻ. അപ്പോൾ ഞാൻ അന്ന് ഹോങ്കോങ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. പിന്നെ യൂറോപ്പിലേക്ക് പോയി. അപ്പോൾ ഇന്നൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ വലിയ പ്രൊജക്റ്റ്. ആൾക്കാർ യൂറോപ്പിൽ വളരെ കുറച്ച് ആൾക്കാർ കയറണുള്ളൂ, ഇടയ്ക്കും തിലയ്ക്കാണ്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ അതനുസരിച്ച് ഇവിടെ നടക്കുമോ എന്ന്. അങ്ങനെയാണ് ഗിസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഫാക്സ് ഇല്ല, അന്ന് ടെലക്സ് തന്നെ വന്നിട്ടുള്ളൂ. ഇൻ്റർനെറ്റ് ഇല്ല, ടെലിഫോൺ മൊബൈലില്ല. അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാവുന്നൊരു കാലഘട്ടം ഒന്നുണ്ടായിരുന്നു. അത് നടക്കോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നെ റിസ്ക് എടുക്കുക. നടക്കോ ഇല്ലേ എന്നുള്ളത് നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. നമ്മളൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അതവിടെ നടക്കുമോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഒരു പക്ഷെ ഫെയിലാവും, ഒരു പക്ഷെ നടക്കും. അല്ലല്ല, എന്തെങ്കിലും ആവണം. അല്ലാതെ വെറുതെ ഇന്നും ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഈ പ്രായത്തിലും ഞാൻ വെറുതെ ഇരിക്കുന്നൊരു പരിപാടിയില്ല. ടൈമിനിവിടെ ഓഫീസിൽ വരും. ഇന്നിപ്പോൾ ഞാൻ കാലത്ത് എനിക്ക് 2 മരണ വീടുണ്ടായിരുന്നു അറബികളുടെ. ഒന്ന് മൻസൂരി ഫാമിലി, ഒന്ന് മത്രൂഷി ഫാമിലി. 2 ഫാമിലി. അവർ മരിച്ചപ്പോൾ ഒരാളുടെ പിതാവ് മരിച്ചു, ഒരാളുടെ എൽഡർ ബ്രദർ മരിച്ചു. ആ 2 വീട്ടിലും പോയി അവരായിട്ടിരുന്ന് അറബികളായിട്ട് നമ്മൾ വളരെ സഹോദരന്മാർ ബന്ധമാണ് അവർ. അപ്പം നമ്മൾ ചെല്ലുമ്പോഴും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലണമല്ലോ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. ഞാൻ ടൈമിന് ഓഫീസിൽ വരും. ടൈമിൽ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് ഇവരൊക്കെ പോയാലും ഞാൻ ഇരിക്കും. കാരണം പണി ചെയ്യണല്ലോ. കാരണം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല.